ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും ഇന്നൊരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു വെഡ്ഡിങ്, നമ്മുടെ ജ്യേഷ്ഠൻ്റെ മകളുടെ കല്യാണമാണ്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് 2-3 മണിക്കൂർ ലെങ്ത് വരുന്ന വീഡിയോ. അതുകൊണ്ട് തന്നെ പരമാവധി കുറച്ചിട്ടൊരു 15 മിനിറ്റ് ഉൾക്കൊള്ളിച്ചിട്ടുള്ള വീഡിയോ ഒന്ന് കണ്ടോ. അപ്പോൾ വിവാഹ ചടങ്ങിനുള്ള ഓഡിറ്റോറിയം ബുക്ക് ചെയ്തിട്ടുള്ളത് വല്യറമ്പ് കഴിഞ്ഞ് തലപ്പാറത്തിന് മുകളിൽ പുള്ളാട്ട് ഓഡിറ്റോറിയത്തിൽ. അപ്പോൾ നിഹാലിൻ്റെയും നിത ഫാത്തിമയുടെയും വെഡ്ഡിംഗ് സെറമണി കുറഞ്ഞൊരു വീഡിയോയിൽ ഉൾക്കൊള്ളിച്ച് നിങ്ങളെ കാണിക്കുകയാണ്. പുള്ളാട്ട് ഓഡിറ്റോറിയത്തിന്റെ ഉൾഭാഗവും ഭക്ഷണം പാകം ചെയ്യുന്ന ഏരിയ, അതുപോലെ അതിന്റെ സൗകര്യങ്ങൾ, നിക്കാഹിന്റെ കുത്തുബ കുറഞ്ഞൊരു ഭാഗവും, ആളുകൾ കല്യാണത്തിന് വരുന്ന ചെറുതായിട്ടുള്ള വീഡിയോസ്, അതുപോലെ തന്നെ നിഹാലിന്റെ വീട്ടിലേക്ക് പോകുന്നത് എല്ലാം ഞാൻ നിങ്ങളെ കാണിക്കാം. നിത ഫാത്തിമ ഓഡിറ്റോറിയത്തിലെത്തി. അപ്പോൾ നമ്മൾ കണ്ടു. കല്യാണത്തിന് തുടക്കം മുതൽ നിക്കാഹ് തുടങ്ങുന്നത് 10 മണിക്കാണ്. അത് മുതൽ വൈകുന്നേരം വരെയുള്ള ഫുഡുമായി ബന്ധപ്പെട്ട് നമ്മൾ അൻവറിൻ്റെ നേതൃത്വത്തിൽ കാരാട്ട് ഇവൻറ്റ്സിനെയാണ് ഏൽപ്പിച്ചിട്ടുള്ളത്. അവരത് ഭംഗിയായി നിർവഹിച്ചു. കുക്കിംഗ് സെക്ഷൻ കൈകാര്യം ചെയ്യുന്നത് മൂസ, അതുപോലെ തന്നെ ഇസ്മായിലിൻ്റെ ഒക്കെ നേതൃത്വത്തിലാണ്. ഫുഡ് സെക്ഷൻ കൈകാര്യം ചെയ്യുന്നതിന് പുറമെ പലതരം ടീ, അതുപോലെ പൊരികൾ, മധുര പലഹാരങ്ങൾ, ജ്യൂസ് സെക്ഷൻ എല്ലാം ഡിലേ വരുത്താതെ തന്നെ അവരതിൻ്റെ ഭംഗിയോടെ തന്നെ അത് അവസാന ഘട്ടം വരെ അത് നിർവഹിച്ചു. അതുകൊണ്ട് തന്നെ നമുക്ക് വരുന്ന ഫാമിലികളെയും മറ്റുള്ളവരെ സ്വീകരിക്കാനും നമുക്ക് വളരെ എളുപ്പവും ആ ഒരു ഭാഗം നമുക്ക് നോക്കേണ്ടതേ ഇല്ല. എല്ലാം സെറ്റ്. അപ്പോൾ ആ ഒരു സെക്ഷൻ കാരാട്ട് ഇവൻറ്റ്സ് അൻവറിനെയായിരുന്നു നമ്മൾ ഏൽപ്പിച്ചിരുന്നത്. നിക്കാഹ് ടൈം 10:30. അപ്പോൾ ഏകദേശം നമ്മളെ ഫാമിലിയിൽ നിന്നും മറ്റും ആളുകളൊക്കെ എത്തിക്കഴിഞ്ഞു. നമ്മുടെ പുതിയാപ്പിള നിഹാലാണ് എത്താനുള്ളത്. അതോടെ നമ്മുടെ നിക്കാഹ് ചടങ്ങുകളും ഒരു 5 മിനിറ്റിൽ മാത്രം ഉൾക്കൊള്ളിച്ചിട്ട് ആ സെക്ഷൻ നിങ്ങളെ കാണിക്കുക. അങ്ങനെ നമ്മളെ നിഹാലും എത്തി.
السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. അതോടൊപ്പം തന്നെ സന്തോഷദായകമായ മധുരിക്കുന്ന ഒരു കുടുംബ ജീവിതം ഉണ്ടാകണമെങ്കിൽ ഇസ്ലാം പറഞ്ഞ ചില നിർദ്ദേശങ്ങളുണ്ട്. ഒന്ന്, എല്ലാവർക്കും തുല്യാധികാരമല്ല, മറിച്ച് പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതവും അതുപോലെ തന്നെ ഖുർആനിക വചനങ്ങളും നമ്മോട് പറയുന്നത് അർരിജാലു ഖവ്വാമൂന അലൻ നിസാ ബിമാ ഫദ്ദലല്ലാഹു ബഅദഹും അലാ ബഅദിൻ വബിമാ അൻഫഖൂ മിൻ അംവാലിഹിം. കുടുംബ ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ നായകത്വം പുരുഷനാണുള്ളത്. എന്റെ അതിന്റെ കാരണം അതിന് പറ്റുന്ന ശാരീരിക യോഗ്യത പുരുഷനാണുള്ളത്. രണ്ടാമത്തെ കാരണം പറഞ്ഞത് വബിമാ അൻഫഖൂ മിൻ അംവാലിഹിം, കുടുംബ ജീവിതത്തിൽ സമ്പത്ത് ചെലവഴിക്കേണ്ട ഉത്തരവാദിത്വം അത് പുരുഷനാണ്. അതുകൊണ്ട് തന്നെ ഒരു കുടുംബമാകുമ്പോൾ നാലാളുകൾ ഒരുമിച്ച് കൂടുന്ന ഒരു യാത്രയാണ് എങ്കിൽ പോലും അവിടെ കൃത്യമായും ഒരു നേതൃത്വം ഉണ്ടാകണം. എന്നതുപോലെ കുടുംബ ജീവിതത്തിന്റെ നായകത്വം ഏറ്റെടുത്തുകൊണ്ട് കുടുംബത്തിന്റെ സമാധാനം വിതറുവാൻ, സന്തോഷം പകരുന്ന ഒരു ജീവിതം കാഴ്ചവെക്കുവാൻ നിഹാലിന് സാധിക്കുമാറാകട്ടെ. അതോടൊപ്പം തന്നെ പെണ്ണിനോടായിക്കൊണ്ട് സൂചിപ്പിക്കുകയാണ്, ഇദാ കുല്ലുക്കും റാഇൻ വകുല്ലുക്കും മസ്ഊലുൻ അൻ റഇയതിഹി വൽ മർഅതു റാഇയത്തുൻ ഫീ ബൈതി സൗജിഹാ വഹിയ മസ്ഊലത്തുൻ അൻഹാ. നിങ്ങൾ ഓരോരുത്തർക്കും അധികാരങ്ങളുണ്ട്. ഭാര്യയായി കടന്നു വരുന്ന ഉമ്മയാകാനിരിക്കുന്ന അവരോട് പറയുകയാണ്, കുല്ലുക്കും റാഇൻ വകുല്ലുക്കും മസ്ഊലുൻ അൻ റഇയതിഹി വൽ മർഅതു റാഇയത്തുൻ ഫീ ബൈതി സൗജിഹാ. സ്ത്രീ എന്ന് പറഞ്ഞാൽ ഭർത്താവിന്റെ വീട്ടിലെ ഭരണാധിപയാണ്. അതുകൊണ്ട് തന്നെ വഹിയ മസ്ഊലത്തുൻ അൻഹാ, അതിനെ സംബന്ധിച്ച് തന്റെ ഉത്തരവാദിത്വം കൃത്യമായി നിർവഹിച്ചോ എന്ന് ആ സ്ത്രീയോട് ചോദിക്കും. കുടുംബത്തിന്റെ സമാധാനത്തില് വലിയ ഒരു പങ്ക് ഭാര്യയുടെ ഭാഗത്താണ് നിലനിൽക്കുന്നത്. കുട്ടികളുടെ വിദ്യാഭ്യാസം, അതുപോലെ തന്നെ ദീനീ ചിട്ട, അതുപോലെ തന്നെ കുടുംബത്തിന്റെ സംസ്കാരം, ഇതിനെല്ലാം തന്നെ മുൻകൈയെടുത്തുകൊണ്ട് മുന്നിലുണ്ടാകേണ്ടത് സ്ത്രീയാണ് എന്നുള്ളതാണ് പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമ. അതുകൊണ്ട് തന്നെ രണ്ടുപേർക്കും ഉത്തരവാദിത്വങ്ങളുണ്ട്. തുല്യാധികാരങ്ങളല്ല, കൂട്ടുത്തരവാദിത്വത്തോടു കൂടി മുന്നോട്ട് പോകുക. നിക്കാഹിന്റെ ചടങ്ങാണ് നമ്മൾ കണ്ടത്. ഇനി ഫുഡ് സെക്ഷൻ. വരൻ നിഹാലിന്റെ സുഹൃത്തുക്കളും അതുപോലെ തന്നെ നമ്മുടെ ഫാമിലിയും മറ്റു സുഹൃത്തുക്കളും എല്ലാം ഒറ്റയിരിപ്പിൽ തന്നെ ഫുഡ് സെക്ഷൻ ക്ലിയർ ചെയ്തു. നിദാ നിഹാൽ സ്റ്റേജ് വീഡിയോസ്. അപ്പോൾ വിവാഹത്തിൻ്റെ പ്രധാന ഘടകമായ നിക്കാഹൊക്കെ കഴിഞ്ഞു. അതിനുശേഷം നമ്മുടെ ജ്യേഷ്ഠൻ്റെ സുഹൃത്തുക്കളും അതുപോലെ നമ്മുടെ ജ്യേഷ്ഠനുജന്മാരുടെ ഫാമിലിയിൽ നിന്നും മറ്റും ഒക്കെ ആയിട്ടുള്ള എല്ലാവരും എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു വീഡിയോ ഒരു കുറഞ്ഞ മിനിറ്റുകളിൽ പെട്ടെന്ന് കാണിച്ചതിന് ശേഷം നമുക്ക് പുതിയാപ്പിള നിഹാൽ അവർ കല്യാണത്തിന് വേണ്ടി കല്യാണം സംഘടിപ്പിച്ച ഓഡിറ്റോറിയത്തിൽ വരെ ഒന്ന് പോകുന്ന ആ ഒരു വീഡിയോയും കൂടി കാണിച്ചിട്ടാണ് നമ്മൾ നിർത്തുന്നത്.
നമ്മുടെ ഇക്ക ജ്യേഷ്ഠൻ അദ്ദേഹത്തിന് ടെക്സ്റ്റൈൽസ് ഫീൽഡുമായി ബന്ധപ്പെട്ടുള്ള ജോലിയാണ്. അതിൻ്റെ ഹോൾസെയിൽ, റെഡ് സോണ്, ഐഡിയൽ, ഡോളർ, പ്രൊപ്പക്സ് അങ്ങനെയുള്ള കമ്പനിയുടെ മാനേജർമാരൊക്കെ ഇവിടെ എത്തിയിരുന്നു. അപ്പോൾ ഇത് നമ്മളെ വല്യമ്മേട്ടോ, ഉമ്മാൻ്റെ ഉമ്മ. അതുപോലെ നിഹാലിൻ്റെ കല്യാണ പരിപാടി സംഘടിപ്പിച്ച ഓഡിറ്റോറിയത്തിലേക്ക് പോയാണ്. അപ്പോൾ അവിടെ എത്തിയിട്ടോ. അപ്പോൾ നമ്മുടെ ഫാമിലിയിലെ ഈ കല്യാണത്തിൻ്റെ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. വീട്ടിൽ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മളെ ഫാമിലിയാണിത്. ഉപ്പ അബൂബക്കർ, ഉമ്മ ഫാത്തിമ, ജ്യേഷ്ഠൻ സൈദലവി, ജ്യേഷ്ഠൻ മജീദ്, അനുജൻ അഷ്റഫ്, സിസ്റ്റർ തസ്നി ഫാത്തിമ. അപ്പോൾ ഇന്ന് വിവാഹിതരാകുന്ന നിഹാലിനെയും നിദ ഫാത്തിമക്കും എല്ലാവിധ വിവാഹ മംഗള ആശംസകൾ നേർന്നുകൊണ്ട് ഈ ഒരു വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഇതുപോലൊക്കെയുള്ള പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്.